സോ ഒരു സ്ലാബ് ഡിസൈനിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് RCC സ്ലാബ് ഫോർ ആൻ ഓഫീസ് ഹാവിങ് എ ക്ലിയർ ഡയമെൻഷൻ 4 meter by 10 meter with 230 millimeter masonry walls all around. The slab carries 4 kilonewton per meter square of live load and 1 kilonewton per meter square floor finish. Use M25 concrete and Fe415 steel. ഈ ഡിസൈൻ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പഠിക്കാം. സോ നമുക്ക് ഒരു സ്ലാബ് തന്നിട്ടുണ്ട്. സ്ലാബിൻ്റെ ക്ലിയർ സ്പാനാണ് തന്നിട്ടുള്ളത്. ഒരു സൈഡ് 10 meter ആൻഡ് ദി അതർ സൈഡ് ഈസ് 4 meter. ക്ലിയർ സ്പാനാണ്. ഓക്കെ, ഇൻസൈഡ് ടു ഇൻസൈഡ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ അതിന് ചുറ്റും മേസൺറി വാൾസ് ഉണ്ട് എന്ന് പറയുന്നത് ഇതൊരു പ്ലാൻ വ്യൂ ആണ്. നിങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇതിന് ചുറ്റും വാളുണ്ട്. ഓക്കെ, ആൻഡ് വാൾ തിക്നെസ് എത്രയാണ്? വാൾ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 230 millimeter എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇനി എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യമായിട്ട് ഈ തന്നിരിക്കുന്ന സ്ലാബ് എന്ത് ടൈപ്പ് ഓഫ് സ്ലാബ് ആണ് എന്ന് കണ്ടുപിടിക്കണം. വെദർ ഇറ്റ് ഈസ് എ 1-way സ്ലാബ് ഓർ 2-way സ്ലാബ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് സ്ലാബ്. ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് സ്ലാബ്. അതിനെന്ത് ചെയ്യണം? നമുക്ക് L/B റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. വാട്ട് ഈസ് L? ദ ലോങ്ങർ സ്പാൻ ആണ് L, ദറ്റ് ഈസ് 10 meters ഡിവൈഡഡ് ബൈ B ഈസ് ഷോർട്ടർ സ്പാൻ 4 meters. 10 divided by 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 2.5 എന്ന് കിട്ടും. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 2. ഇഫ് L/B റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 2, then what kind of slab is it? It is a 1-way slab. It is a 1-way slab. Okay, so this is a 1-way slab. Okay, ഇനി സ്ലാബിൻ്റെ ടൈപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1-way സ്ലാബ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദർ ഈസ് എ സ്ട്രിപ്പ് ഓഫ് സ്ലാബ്. ഈ സ്ലാബിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് എങ്ങനെയാണ് ഈ സ്ലാബിൻ്റെ ഷോർട്ടർ സ്പാനിൽ എലോങ് ആയിട്ട് ഒരു 1 meter വിഡ്ത്തുള്ള ഒരു ബീമാണ് ഈ സ്ലാബ് എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ലാബിനെ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, സോ വി അസ്യൂം ദാറ്റ് ദർ ഈസ് എ സ്ട്രിപ്പ് ഓഫ് ദിസ് സ്ലാബ് ഓഫ് വിഡ്ത്ത് 1 meter വിച്ച് ബിഹേവ്സ് ആസ് എ ബീം ആൻഡ് സ്പാൻസ് ഓവർ ദ ഷോർട്ടർ സ്പാൻ. ഷോർട്ടർ സ്പാനിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ശരി. അപ്പോൾ ഇനി മുതൽ അതൊരു ബീമാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് പോലെ വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബീം ഡിസൈൻ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ആ പ്രൊസീജിയർ തന്നെ ഇവിടെ ഫോളോ ചെയ്യും. സോ ബീം ഡിസൈനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ടു ഫൈൻഡ് ദ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ബീം. ഡിറ്റർമിനിങ് ദ ഡെപ്ത് ഓഫ് ബീം. ഡെപ്ത്. ഓക്കെ, ഡെപ്താണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു റെസ്ട്രിക്റ്റ് ദ L/D റേഷ്യോ. L/D റേഷ്യോ ഇഫക്റ്റീവ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അതിൽ ഇഫക്റ്റീവ് സ്പാൻ ആദ്യം അറിയണം, എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആദ്യം ഇഫക്റ്റീവ് സ്പാൻ എത്രയാണ് കണ്ടുപിടിക്കണം. ഇഫക്റ്റീവ് സ്പാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് ഓർ ക്ലിയർ സ്പാൻ പ്ലസ് ഡി. അതിൽ ക്ലിയർ സ്പാൻ പ്ലസ് ഡി നമുക്ക് അറിയാത്തതുകൊണ്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണ്? ഈ പറയുന്ന സ്ട്രിപ്പിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ 4 meters. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ 4 meter by 10 meter ക്ലിയർ ഡയമെൻഷൻസ് ആണ്. സോ ഇറ്റ് ഈസ് 4000 millimeter പ്ലസ് എന്താണ്? മേസൺറി വാളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദ മേസൺറി വാൾ എത്രയാണ്? 230 millimeters. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ഡിസൈൻ ഓഫ് ബീമിൽ ചെയ്തതാണ്. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷോർട്ടർ സ്പാനിൻ്റെ ക്ലിയർ ഡിസ്റ്റൻസ് പ്ലസ് വിഡ്ത്ത് ഓഫ് ദ മേസൺറി വാളാണ് ചെയ്യേണ്ടത്. സോ 4000 + 230 4230 millimeters. സോ ദിസ് ഈസ് ദ ഇഫക്റ്റീവ് സ്പാൻ L, സ്മോൾ L. ഇനി നമുക്കറിയാം ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ഇവിടെ എന്താണ്? സ്ലാബാണ്. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്സ് L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഫോർ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെ വാല്യൂ എന്തായിരുന്നു? L/D റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. 20 മാത്രം മതിയോ? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫോർ സ്ലാബ്സ്
ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ കൂടെ ഇട്ടും മൾട്ടിപ്ലൈ ആണ്. 20 × 1.25 ഇസ് ദ മോഡിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, സോ ഈ മോഡിഫിക്കേഷൻ ഫാക്ടർ ഓക്കെ. സോ ഇതിനകത്ത് എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. എൽ ഈസ് 4230. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 × 1.25 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 25. So from this, effective depth D can be found out. Effective depth D is equal to 4230 divided by 25. So ഇത് എത്ര എന്ന് പറഞ്ഞ് കിട്ടും? സോ ഡി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി ഡി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഡി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 4230 ഡിവൈഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് എസ് 169.20 millimeter. ഓക്കെ, ഡി ഈസ് ഗ്രേറ്റർ ദാൻ 169.2 millimeter. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാല്യൂ ഓഫ് ഡി അസ്യൂം ചെയ്യാം. സോ ടേക്ക് ഇഫക്റ്റീവ് ഡെപ്ത് ഡി ഈസ് ഈക്വൽ ടു, ഞാൻ എടുക്കുന്നത് 175 millimeter എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് അസ്യൂം ഇഫക്റ്റീവ് കവർ 25 millimeter ആണെന്ന് എടുക്കുന്നു. ഓക്കെ, therefore overall depth of beam or overall depth of slab, ഇവിടെ സ്ലാബ് ആണ്, overall depth of slab capital D is equal to 175 plus 25 equal to 200 millimeter. Okay, so effective depth 175 millimeter ആണ് എടുത്തത്, ഓവറോൾ ഡെപ്ത്ത് 200 millimeter ആണ് എടുത്തത്. ഓക്കെ, നമ്മളിവിടെ ബീമിൽ ഇഫക്റ്റീവ് കവർ 50 millimeter എടുത്തിട്ടുണ്ട്. കാരണം ബീമിലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ സാധാരണ വലിയ ഡയമീറ്റർ ബാർസാണ് ബീമിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ സ്ലാബിൽ ഇഫക്റ്റീവ് കവർ കുറവാകാനുള്ള റീസൺ അവിടെ ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്ററും വളരെ കുറവാണ്. നമ്മൾ 8 mm ഡയമീറ്റർ തൊട്ടുള്ളതാണ് സ്ലാബിൽ ഉപയോഗിക്കുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ ലാർജ് ഡയമീറ്റർ ബാർസ് സ്ലാബിൽ ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഇഫക്റ്റീവ് കവറും കുറവാണ്. സോ കറസ്പോണ്ടിംഗ്ലി 175 plus 25 വിൽ ഗിവ് യു 200 millimeter എന്ന് പറഞ്ഞ 20 centimeter ഡെപ്ത് ഉള്ള ഒരു സ്ലാബാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ലാബിൻ്റെ ഓവറോൾ ഡെപ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഡെപ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫക്റ്റീവ് സ്പാനിനെ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. അങ്ങനെ ഒരു പതിവുണ്ട്, അറിയാമല്ലോ. സോ ഫൈൻഡിങ് ഇഫക്റ്റീവ് സ്പാൻ കറക്റ്റ്ലി, ഇഫക്റ്റീവ് സ്പാൻ നമ്മൾ ആദ്യത്തെ ഒരു അപ്രോക്സിമേഷൻ ആയിരുന്നു, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് സ്പാൻ, ഓക്കെ, സോ ഇഫക്റ്റീവ് സ്പാൻ യു നോ, ഇഫക്റ്റീവ് സ്പാൻ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ് and clear span plus D. Center to center distance between supports നമുക്ക് ഓൾറെഡി കിട്ടി 4230 millimeter ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇത് കാരണമുള്ള ക്ലിയർ ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണം. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4000 millimeter plus effective depth is 175 millimeter. So 4175 millimeter എന്നാണ് നമുക്ക് ഇഫക്റ്റീവ് സ്പാൻ കിട്ടുന്നത്. സോ ഇത് രണ്ടിൽ നിന്നും മിനിമം ഏതാണ്? ഇറ്റ് ഈസ് 4175 millimeter or 4.175 meters. ഓക്കെ, 4.175 meters ആണ് കിട്ടുന്നത്. ഇത് രണ്ടിലും ലീസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫക്റ്റീവ് സ്പാൻ ആയി, ഇഫക്റ്റീവ് സ്പാൻ സ്മോൾ എൽ ആയിട്ടുണ്ട്. ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ബീം ഡിസൈനിൽ ചെയ്യുന്നത് പോലെ തന്നെ ടു ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്, ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്, മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്. ഓക്കെ, റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട ലോഡുകളെ കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് ഈ സ്ലാബിന് ഒരു ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലൈവ് ലോഡ് WLL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4 kN/m² ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലൈവ് ലോഡ്. 4 kN/m² ലൈവ് ലോഡാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുപോലെ ഫിനിഷ് ലോഡ് തന്നിട്ടുണ്ട്. എന്താണ് ഫിനിഷ് ലോഡ്? W ഫിനിഷ്
ഫ്ലോർ ഫിനിഷ് കാരണമുള്ള ലോഡ് FL ഫിനിഷ് ലോഡ് എന്ന് പറഞ്ഞാൽ 1 kN/m² തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ സ്ലാബിനെ ഒരു ബീമായി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ബീമിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ലോഡ് kN/m UDL ആക്കി മാറ്റി വേണം ചെയ്യാൻ. ഓക്കെ, UDL ആക്കി കൺവെർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മളിവിടെ നോക്കുക, നമ്മളൊരു 1 മീറ്റർ വൈഡ് സ്ട്രിപ്പ് ഓഫ് സ്ലാബാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഒരു ബീമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസൈനിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ വിഡ്ത്താണ് 1 മീറ്റർ. ഓക്കെ, ഇനി ഈ 4 kN/m² എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയയിൽ 1 മീറ്റർ സ്ക്വയറിൽ അപ്ലൈ ചെയ്യുന്ന ലോഡാണ് 4 kN. സോ 1 മീറ്റർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡാണ്. നമുക്ക് പെർ മീറ്റർ ലെങ്ത് വേണം. ഈ ബീമിന് 1 മീറ്ററിൽ ഇത്ര ലോഡ്, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ വിഡ്ത്ത് ഓഫ് ദ ബീം. ബീമിൻ്റെ വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ. വിഡ്ത്ത് എത്രയാണ്? ഇറ്റ് ഈസ് 1 മീറ്റർ. അപ്പോൾ ലൈവ് ലോഡിനെ വിഡ്ത്ത് ഓഫ് ബീം 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫിനിഷ് ലോഡിനെയും വിഡ്ത്ത് ഓഫ് ബീം 1 മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് 4 kN/m. ഹിയർ ഇറ്റ് ഈസ് 1 kN/m. സോ ലൈവ് ലോഡായി, ഫിനിഷ് ലോഡായി. ഇനി പ്രധാനപ്പെട്ട ഒരു ലോഡ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ ഡെഡ് ലോഡ് ഓഫ് ദ സ്ട്രിപ്പ് ബീം. ഈ സ്ട്രിപ്പിൻ്റെ ഡെഡ് ലോഡും കൂടെ കണ്ടുപിടിക്കണം. ഡെഡ് ലോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യൂണിറ്റ് വെയ്റ്റ് ഓഫ് കോൺക്രീറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് 25 kN/m³ ആണ് യൂണിറ്റ് വെയ്റ്റ്. ഈ 25 kN/m³ നമ്മൾ kN/m കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് സെക്ഷനിൽ ഇത് 1 മീറ്റർ വിഡ്ത്താണെന്ന് കിട്ടി. ഈ സ്ലാബിൻ്റെ തിക്നെസ് എത്രയാണ്? സ്ലാബിൻ്റെ ഓവറോൾ ഡെപ്ത് എത്രയെന്നാണ് നമുക്ക് കിട്ടിയത്? വി ഗോട്ട് ഇറ്റ് ആസ് 200 mm അല്ലേ, ഓർ 0.2 meters. ഓക്കെ, സോ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 1 മീറ്റർ വിഡ്ത്ത് ആൻഡ് 0.2 meter, 1 മീറ്റർ വിഡ്ത്ത് ആൻഡ് 0.2 meter ഡെപ്ത്ത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 1 × 0.2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 × 2, ഇത് 5 kN/m എന്ന് കിട്ടും. ഓക്കെ, സോ എല്ലാ ലോഡുകളുമായി ആഡ് ചെയ്യുക. 4 + 1 5, 5 + 5 10 kN/m. സോ ഓവറോൾ ലോഡ്, ടോട്ടൽ ലോഡ് ഓൺ ദ സ്ട്രിപ്പ് കിട്ടി. ടോട്ടൽ ലോഡ്. ഓക്കെ, സോ W = 10 kN/m എന്ന് കിട്ടി. നമുക്കിത് പോരാ, നമ്മൾ ഫാക്ടർ ചെയ്യണം. ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കണം. ഫാക്ടേർഡ് ലോഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന WU എന്നാണ്. 1.5 times W ആണ് WU. സോ 1.5 × 10 ചെയ്യുക. ഇറ്റ് ഈസ് 15 kN/m. ഇനി കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ഈ സ്ട്രിപ്പ് ബീം റെസിസ്റ്റ് ചെയ്യേണ്ട മാക്സിമം മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം മൊമെൻറ്റ് എവിടെയായിരിക്കും? മിഡ് സ്പാനിലുള്ള ആണ് ഒക്കർ ചെയ്യുന്നത്. സോ ഫാക്ടേർഡ് മൊമെൻറ്റ് MU is equal to WU L²/8. WU നമുക്കറിയാം 15 × L² എന്ന് പറഞ്ഞാൽ മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക 4.175² സോ 15 × 4.175² ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 32.68 kN/m. So this is the MU value, moment to be resisted by the slab, okay, of width 1 meter strip. Okay, അപ്പോൾ മൊമെൻ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് ചെക്ക് ഫോർ മൊമെൻ്റ് MUനെ MU ലിമിറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് MU ലിമിറ്റ് കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് ഈസ് ഫൈൻഡിങ് MU ലിമിറ്റ്. ഓക്കെ, ഫൈൻഡിങ് MU ലിമിറ്റ്. MU ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. MU ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.36 FCK BXU max into D minus 0.42 XU max. ഈ ഇക്വേഷനിലെ എല്ലാ ടേംസും നമുക്കറിയാം. 0.36 FCK വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 25 ആൻഡ് വിഡ്ത്ത് ഓഫ് ബീം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. സോ മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക. എല്ലാം ഇതിനകത്ത് Newton/mm
സ്ക്വയറിലാണ്, ന്യൂട്ടണിലും മില്ലിമീറ്റർ സ്ക്വയറിലുമാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുക, 1000 മില്ലിമീറ്റർ. XU മാക്സ് ഫോർ FE415 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.48 D ആണ്. സോ 0.48 ഇൻറ്റു ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് 175 മില്ലിമീറ്റർ ഇൻറ്റു 175 മൈനസ് 0.42 ഇൻറ്റു 0.48 ഇൻറ്റു 175 XU മാക്സ്. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 105.63 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓർ ഇറ്റ് ഈസ് അതർവൈസ് ഈക്വൽ ടു 105.63 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ അത് കിട്ടി. സോ ഇതിനർത്ഥം എന്താണ്? MU ഈസ് 32 കിലോ ന്യൂട്ടൺ മീറ്റർ, MU ലിമിറ്റ് ഈസ് 105 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇംപ്ലൈസ് MU is less than MU limit, therefore safe. MU ലിമിറ്റിനേക്കാളും കുറവായിരിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചു, RCC സോളിഡ് സ്ലാബുകൾ എപ്പോഴും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനുമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിംഗിളി റീഇൻഫോഴ്സ്ഡുമായിരിക്കണം. MU ലെസ് ദാൻ MU ലിമിറ്റ് ആണെങ്കിൽ മാത്രമേ സിംഗിളി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ സ്ലാബ് സേഫ് ആകുകയുള്ളൂ. ഓക്കെ, ഒരിക്കലും നമ്മൾ ഡബിളി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് സ്ലാബിനെ ഡിസൈൻ ചെയ്യാറില്ല. Okay, so slab should be designed ideally as an under reinforced section as well as a singly reinforced section. Okay, so MU is less than MU limit, so it represents singly reinforced section, therefore this design is safe. Okay, കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത എന്താണ്? MU less than MU limit കണ്ടുപിടിച്ചു. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ XU less than XU max ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡിങ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് XU കിട്ടാൻ നമ്മൾ എന്ത് ഇക്വേഷനാണ് ഡിസൈനിൽ ഉപയോഗിച്ചത്? മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് MUവിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. ദാറ്റ് ഈസ് MU ഈസ് ഈക്വൽ ടു 0.36 FCK BXU ഇൻറ്റു D മൈനസ് 0.42 XU. ഓക്കെ, D മൈനസ് 0.42 XU. MUവിൻ്റെ വാല്യൂ നമുക്ക് അറിയാം. ഇറ്റ് ഈസ് 32.68. എല്ലാം ന്യൂട്ടണിലും മില്ലിമീറ്ററിലും റെപ്രസെൻറ്റ് ചെയ്യുക. 32.68 ഇൻറ്റു 10⁻6 ചെയ്യണം ന്യൂട്ടൺ മില്ലിമീറ്റർ ആക്കാൻ. ഈസ് ഈക്വൽ ടു 0.36 ഇൻറ്റു FCK വാല്യൂ ഇസ് 25 ആൻഡ് വിഡ്ത്ത് ഓഫ് ദ സ്ലാബ് സ്ട്രിപ്പ് ഈസ് 1000 മില്ലിമീറ്റർ ഇൻറ്റു XU ഇൻറ്റു D ഈസ് 175 മൈനസ് 0.42 XU. ഇതിന് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടുന്നത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3780 XU സ്ക്വയർ മൈനസ് 1575000 XU പ്ലസ് 32.68 ഇൻറ്റു 10⁻6 ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് XU ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന XUവിൻ്റെ വാല്യൂ 21.90 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ XU ഈസ് ഈക്വൽ ടു 21.90 മില്ലിമീറ്റർ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സോ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആയി. XU മാക്സും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ XU മാക്സ് ഈസ് ഈക്വൽ ടു 0.48 ടൈംസ് D ഫോർ FE415 ഗ്രേഡ് സ്റ്റീൽ. 0.48 ഇൻറ്റു 175 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 84 millimeter. 84 millimeter. Okay, so since XU is less than XU max, എന്ത് പറയാം? This is a under reinforced section. Under reinforced section. Therefore, okay, ഈ ഡിസൈൻ ഓക്കെ ആണ്. ഓക്കെ, this design is fine. ഓക്കെ, അങ്ങനെ നമ്മൾ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പറയുന്ന ബീം സ്ട്രിപ്പിൽ ഉള്ള ആവശ്യമുള്ള ടെൻഷൻ സ്റ്റീലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. സോ ഫൈൻഡിങ് AST. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫൈൻഡിങ് AST. ഓക്കെ, AST കണ്ടുപിടിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്.
ഇപ്പോൾ എക്സ് യു നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് എക്സ് യുവിൻ്റെ ഇക്വേഷനിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എ എസ് ടി കിട്ടും. യു നോ ദ ഇക്വേഷൻ ഓഫ് എക്സ് യു. എക്സ് യു ഇസ് ഈക്വൽ ടു 0.87 എഫ് വൈ എ എസ് ടി ഡിവൈഡഡ് ബൈ 0.36 എഫ് സി കെ ബി. ഓക്കെ, അതിനകത്ത് എക്സ് യുവിൻ്റെ വാല്യൂ അറിയാം, എഫ് ഐ അറിയാം, എഫ് സി കെ അറിയാം, ബി അറിയാം. സോ ജസ്റ്റ് ഡിറ്റർമിൻ എ എസ് ടി. ഓക്കെ, സോ അത് suitably substitute ചെയ്യുക ആൻഡ് ഫൈൻഡ് എ എസ് ടി. എ എസ് ടി ഈസ് ഈക്വൽ ടു എക്സ് യു ഇൻറ്റു 0.36 എഫ് സി കെ ബി. സോ എക്സ് യു എത്രയാണ്? 21.90 ഇൻറ്റു 0.36 ഇൻറ്റു 25 ഇൻറ്റു ബി ഈസ് 1000 millimeter ഡിവൈഡഡ് ബൈ 0.87 എഫ് വൈ. എഫ് ഐ ഈസ് എത്രയാണ്? 415. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് സ്യൂട്ടബ്ലി ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 546 mm² എന്ന് കിട്ടും. 546 mm² എന്ന് കിട്ടും. അപ്പോൾ ഒരു സ്ലാബിനകത്ത് ഒരു സ്ലാബിൻ്റെ സ്ട്രിപ്പിൽ പ്രൊവൈഡ് ചെയ്യേണ്ട എ എസ് ടി ആണ് കിട്ടിയത്. നമുക്ക് സ്ലാബിൽ ത്രൂ ഔട്ട് കൊടുക്കണം അല്ലേ? ത്രൂ ഔട്ട് കൊടുക്കണമെങ്കിൽ എ എസ് ടി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ പോരാ. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് സ്പേസിങ് ഓഫ് ബാർസ്. എത്ര ഡയാ ബാർ വേണമെന്ന് പറയണം, അവ എത്ര അകലത്തിൽ കൊടുക്കണമെന്നും കൃത്യമായി പറയണം. സോ സ്പേസിങ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ബാർ ഡയമീറ്റർ അസ്യൂം ചെയ്യും. സോ നമുക്കിവിടെ സ്യൂട്ടബിളായിട്ട് ഒരു അസ്യൂമിങ്, ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് അസ്യൂമിങ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അസ്യൂമിങ് 12 mm ഡയാ ബാർസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്പേസിങ് കണ്ടുപിടിക്കുക. സ്പേസിങ് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? 1000 AB ബൈ AST. 1000 ഇൻറ്റു AB. AB എന്ന് വെച്ചാൽ ബാർ ഡയമീറ്റർ ഓഫ് 1 ബാർ. ഒരു ബാർ ഡയമീറ്റർ അല്ല, AB എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 ബാർ. അതെത്രയാണ്? ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. π/4 ഇൻറ്റു 12² ആണ് ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി അടുത്ത് AST നമ്മൾ കണ്ടുപിടിച്ചു 546. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 207 mm എന്ന് കിട്ടും. ഓക്കെ, 207 mm എന്ന് കിട്ടും. ഇപ്പോൾ സ്പേസിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി സ്പേസിങ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ സ്പേസിങ്ങിന് IS കോഡിൽ പറയുന്ന പ്രൊവിഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം പറയാൻ. ഓക്കെ, സോ ചെക്ക് ഫോർ സ്പേസിങ്. ചെക്ക് ഫോർ സ്പേസിങ് ഓഫ് എന്ത് ബാറാണ്? നമ്മളിപ്പോൾ AST കണ്ടുപിടിച്ചതിനെ എന്ത് ബാർ എന്നാണ് വിളിക്കുക? ബീംസിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വിളിക്കും. പക്ഷേ സ്ലാബ് ആണെങ്കിൽ വി കോൾ ഇറ്റ് മെയിൻ ബാർസ് ഓർ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സ്പേസിങ് ഓഫ് മെയിൻ ബാർസ്. ഓക്കെ, മെയിൻ ബാർസാണ്. അപ്പോൾ അതിൻ്റെ സ്പേസിങ്, മെയിൻ ബാർസിൻ്റെ സ്പേസിങ് ആസ് പെർ IS 456 എന്താണ് പറയുന്നത്? ദ സ്പേസിങ് should be less than 3D or 300 mm, whichever is less എന്നാണ് IS കോഡ് പറയുന്നത്. ഓക്കെ, IS കോഡിൽ ക്ലോസ് 26.3.3b1 എന്നുള്ള ക്ലോസിലാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 3D or 300 mm, 3D എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ 3D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 175 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 175 എന്ന് വെച്ചാൽ 525 mm ഓർ എന്താണ്? 300 mm ആണ് പറയുന്നത്. ഇത് രണ്ടിലും വിച്ച് ഈസ് ലെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടിലും ലെസ് എന്താണ്? 300 mm. സോ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 300 mm. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സ്പേസിങ് എസ്, ബട്ട് വി ഫൗണ്ട് എസ് എത്രയായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ച എസ് എന്ന് പറഞ്ഞാൽ 207 mm ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും കുറവാണോ? ആണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യാമല്ലോ? പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? പ്രൊവൈഡ് 12 mm ഡയാ മെയിൻ ബാർസ് അറ്റ് ദ റേറ്റ് ഓഫ്, ഇനി കൊടുക്കേണ്ട സ്പേസിംഗ് ആണ്. 207 mm എന്ന് പറഞ്ഞത്
സൈറ്റിൽ കൃത്യമായി 207 മില്ലിമീറ്റർ കൊടുക്കാൻ പ്രയാസമായിരിക്കും. ഏറ്റവും നല്ലത് നമ്മൾ 50ൻ്റെ മൾട്ടിപ്പിൾസിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പേസിങ് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ സ്പേസിങ് ഈ നമ്മളെ കണ്ടുപിടിച്ച സ്പേസിങ്ങിനേക്കാളും കുറവാണ് നല്ലത്. ഏറ്റവും അടുത്തടുത്ത് ബാർസ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ അകലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച AST നമ്മൾ കണ്ടുപിടിച്ച AST കിട്ടില്ല. ഓക്കെ, സോ 207-നേക്കാളും നിയറസ്റ്റ് 50 മൾട്ടിപ്പിളിലുള്ള ഒരു ലോവർ വാല്യൂ ചൂസ് ചെയ്യുക. എന്താണ്? 200 കൊടുക്കാം. അറ്റ് ദ റേറ്റ് ഓഫ് 200 മില്ലിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ. ബാറിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ പ്രൊവൈഡ് 12 mm ഡയ മെയിൻ ബാർസ് അറ്റ് 200 മില്ലിമീറ്റർ സെൻറ്റർ ടു സെൻറ്റർ. സോ ഇങ്ങനെ വേണം മെയിൻ ബാഴ്സിനെ റെക്കമെൻഡ് ചെയ്യാൻ. ഓക്കെ, സോ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞോ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യണം. സോ പ്രൊവൈഡിങ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. മെയിൻ ബാർസ് കണ്ടുപിടിക്കേണ്ട രീതി നമ്മൾ പഠിച്ചു. പ്രൊവൈഡിങ് ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന് പ്രത്യേകിച്ച് സ്ട്രക്ചറലായിട്ടുള്ള ഒരു ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മാത്രമല്ല അതിന് സ്ട്രക്ചറൽ ഫങ്ഷൻസ് ഒന്നും പെർഫോം ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഡിസൈൻ പ്രകാരം, ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ നമ്മുടെ ഇക്വേഷൻസ് പ്രകാരമുള്ള ഫങ്ഷൻസ് ഒന്നും അല്ല ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പെർഫോം ചെയ്യുന്നത്. അത് പോയ്സോൺ ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് ഷ്രിങ്കേജിൻ്റെ ഇഫക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാർസാണ് ഇത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കോഡിൽ വേറൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് മിനിമം സ്റ്റീൽ വേണം. മെയിൻ ബാർസിന് മിനിമം സ്റ്റീൽ വേണം ഡിസ്ട്രിബ്യൂഷൻ ബാർസായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മിനിമം സ്റ്റീൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. സോ AST ഫോർ ഡിസ്ട്രിബ്യൂഷൻ ബാർസ്, AS ഫോർ ഡിസ്ട്രിബ്യൂഷൻ. AS ഡിസ്ട്രിബ്യൂഷൻ ടെൻഷൻ പർപ്പസിനല്ല നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. AS ഡിസ്ട്രിബ്യൂഷൻ, ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എത്രയാണ്? AST മിനിമമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. AST മിനിമം നമ്മുടെ കോഡിൽ സ്ലാബ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം AST എത്രയാണ് എന്ന് പറയുന്നുണ്ട്. ഫോർ HYSD ബാർസ് 0.12% ഓഫ് ഗ്രോസ് ഏരിയയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഗ്രോസ് ഏരിയ 0.12% ഓഫ് ഗ്രോസ് ഏരിയ. സോ 0.12% വെച്ചാൽ 0.12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഗ്രോസ് ഏരിയ. നമ്മുടെ സ്ലാബിൻ്റെ 1 മീറ്റർ വൈഡുള്ള സ്ട്രിപ്പിനെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആ സ്ട്രിപ്പിൻ്റെ ഗ്രോസ് ഏരിയ, ഈ ഏരിയ എത്രയാണ്? 1 മീറ്റർ വിഡ്ത്ത്. 1 മീറ്ററിനെ ഞാൻ മില്ലിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, കാരണം AST എനിക്ക് മില്ലിമീറ്ററിലാണ് ആവശ്യം. സോ 1000 മില്ലിമീറ്റർ ഇൻറ്റു ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 200 മില്ലിമീറ്റർ. ഓക്കെ, 200 mm. ഓക്കെ, സോ 200. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 240 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതും AST ആയിട്ടല്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത് എത്ര സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അതിനും സ്പേസിങ് കണ്ടുപിടിക്കണം. സോ പ്രൊവൈഡ് 8 mm ഡയ ബാർസ്. നമുക്ക് 12 mm ഡയ ആണ് മെയിൻ ബാർസ് കൊടുത്തത്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 8 mm ഡയമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. 8 mm ഡയ ബാർസ്. ഓക്കെ, അതിനുള്ള സ്പേസിംഗ് ആണ് S is equal to 1000 AB by AST. ഓക്കെ, 1000 AB, 1000 ഇൻറ്റു AB, ഏരിയ ഓഫ് 1 ബാർ. ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ഏരിയ എന്താണ്? 5/4 × 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ AST. നമുക്കിവിടെ ഉള്ള AS ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇറ്റ് ഈസ് 240. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 209 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബാർസിനും സ്പേസിംഗ് ചെക്ക് വേണം. സ്പേസിംഗ് ചെക്ക് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഓക്കെ, സ്പേസിംഗ് ചെക്ക്. എന്താണ് സ്പേസിംഗ് ചെക്ക്? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ, സ്പേസിംഗ് ഈസ് ലെസ് ദാൻ 5D ഓർ 450 mm എന്നാണ് IS കോഡ് പറയുന്നത്. 5D എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 175 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 × 175 എന്ന് പറയുമ്പോൾ നമുക്ക് 875 എന്ന് കിട്ടും മില്ലിമീറ്റർ. ഓർ 450 mm, whichever is less ആണ്. whichever is less, ഇതിൽ രണ്ടിലും ലെസ് ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്.
ഇതിൽ രണ്ടും ലെസ് എത്രയാണ്? 450 millimeter. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത 209 എന്നുള്ളത് ഇതിനേക്കാളും കുറവാണ്. സോ സേഫാണ്. ഓക്കെ. സോ പ്രൊവൈഡ് 8 mm ഡയ distribution bars at സ്പേസിങ് എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? 209 mm. ഞാൻ പറഞ്ഞു അതെപ്പോഴും 50യുടെ മൾട്ടിപ്പിൾസിൽ എഴുതുക. സോ 209ൻ്റെ സ്ഥാനത്ത് നമുക്ക് അതിനേക്കാളും കുറഞ്ഞുള്ള 50യുടെ മൾട്ടിപ്പിളിലുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്. സ്ലാബിൽ മെയിൻ ബാർസും ഡിസ്ട്രിബ്യൂഷൻ ബാർസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് തന്നിരിക്കുന്ന റൂം സൈസ് ഇറ്റ് ഈസ് 10 meter into 4 meter ആണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ വാൾസ് ഓൺ ഓൾ ദ സൈഡ്സ്. ഇത് റഫ് സ്കെച്ചാണ്. നിങ്ങൾ സ്ട്രക്ചറൽ ഡ്രോയിങ് വരയ്ക്കും, കുറച്ചും കൂടെ നീറ്റായിട്ട് വരയ്ക്കുക. ഇനി മെയിൻ ബാർസ് ആയ 12 mm ഡയ ബാർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഷോർട്ടർ സ്പാനിലായിരിക്കണം. സോ ഷോർട്ടർ സ്പാനിലാണ് 12 mm ഡയ ബാർസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ 12 mm ഡയ ബാർസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ത്രൂ ഔട്ട് ഇങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ അത് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിതിനെ ഈ ബാറിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനാണ് ഇങ്ങനെ ഒരു സർക്കിൾ കൊടുത്ത് ഇങ്ങനെ ഡാർക്കൻ ചെയ്യുക. ഈ ആരോ കാണിക്കുന്നത് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ 12 mm ഡയ ബാർസ് പ്രൊവൈഡ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്. അപ്പം അതിൽ എഴുതുക 12 mm ഡയ ബാർസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഇത് മെയിൻ ബാറാണ്. മെയിൻ ബാർ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് പെർപെൻഡിക്കുലറായിട്ട്, ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ദിസ്. ഓക്കെ. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതും ഈ എൻഡ് തൊട്ട് ആ എൻഡ് വരെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ആരോ കാണിക്കുക. ഓക്കെ. എന്നിട്ട് ബാറിനെ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് എന്തെഴുതണം? ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് 8 mm ഡയ അറ്റ് 200 millimeter സെൻറ്റർ ടു സെൻറ്റർ. സോ ഇതുപോലെ നിങ്ങൾക്ക് വൺ വേ സ്ലാബ്സ് ഒട്ടാകെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. മറ്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബായിരുന്നു. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആയിരുന്നപ്പോൾ നമ്മൾ എടുത്തത് L/D ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ 1.25 എന്ന് പറഞ്ഞെടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ. ഇനി കാൻറ്റിലീവർ സ്ലാബാണ് ചോദിക്കുന്നതെങ്കിലോ, കാൻറ്റിലീവർ സ്ലാബ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? L/D ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ഇൻറ്റു 1.25. മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സെയിം വേ ആണ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ബാർസ് ഏറ്റവും ബോട്ടത്തിൽ കൊടുക്കുന്നതിന് പകരം കാൻറ്റിലീവർ ആകുമ്പോൾ മെയിൻ ബാർസ് എവിടെ കൊടുക്കും? ഏറ്റവും ടോപ്പിൽ കൊടുക്കണം. ഓക്കെ. ഇനി കാൻറ്റിലീവർ സ്ലാബിന് പകരം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സൺഷെയ്ഡ് എന്നായിരിക്കും. സൺഷെയ്ഡ് എന്നും ചോദിക്കും. സൺഷെയ്ഡും ഒരു തരത്തിലൊരു കാൻറ്റിലീവർ സ്ലാബാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് വാൾസിൽ പ്രത്യേകിച്ച് ലിൻഡൽ ലെവലിൽ നിന്നുള്ള ഒരു ലിൻഡൽ ബീമിൻ്റെ പ്രൊജക്ഷനായിട്ടാണ്. നമുക്ക് ഒരു വാളാണെങ്കിൽ മേസൺറി വാളിൽ ലിൻഡൽ ബീമിന് ഒരു പ്രൊജക്ഷനായിട്ട് കൊടുക്കുന്ന, കാൻറ്റിലീവർ പ്രൊജക്ഷനായിട്ട് കൊടുക്കുന്ന ഒരു സ്ലാബാണ് ശരിക്കും പറഞ്ഞാൽ സൺഷെയ്ഡ്. ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി എസ് കാൻറ്റിലീവർ സ്ലാബ്. ഓക്കെ. സോ ഇതൊരു കാൻറ്റിലീവർ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാം. അതൊരു എൻഡിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റെപ്സും, ഡിസൈൻ പ്രൊസീജിയറിൻ്റെ മറ്റെല്ലാ സ്റ്റെപ്സും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ ഒരു UDL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ മാക്സിമം മൊമെൻറ്റ് വരുന്ന മിഡ് സ്പാനിലാണ്. ഇവിടെയാണ് മാക്സിമം മൊമെൻറ്റ് വരുന്നത്. സോ ഇതൊരു
ലോഡ് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ലോഡാണെങ്കിൽ മിഡ് സ്പാനിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ WL²/8 ആണ് അല്ലേ. പക്ഷേ ഒരു കാൻറ്റിലീവർ ബീം ആകുമ്പോൾ അതിലൊരു വ്യത്യാസം വരും. നമുക്ക് ഒരു UDL ത്രൂ ഔട്ട് ആക്ട് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അത് ഡെഡ് ലോഡാകാം, ലൈവ് ലോഡാകാം, എന്ത് വേണമെങ്കിലും ആകാം. ടോട്ടൽ ലോഡ് എടുക്കുക. UDL ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോട്ടൽ ലോഡ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന, മാക്സിമം മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട്സിലായിരിക്കും. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് WL²/2 ആണ്. ആ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. സോ കാൻറ്റിലീവർ സ്ലാബ്സ് അല്ലെങ്കിൽ സൺഷെയ്ഡ് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാൻറ്റിലീവർ സ്ലാബിൽ ഒരു സ്ട്രിപ്പ് വേണം, 1 മീറ്റർ വൈഡുള്ള സ്ട്രിപ്പ് വേണം ഡിസൈൻ ആവശ്യത്തിന് വേണ്ടി ചൂസ് ചെയ്യാൻ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ട മാക്സിമം മൊമെൻറ്റ് എത്രയാണ്? M = WL²/2. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം ടോട്ടൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ. അങ്ങനെ അത് ഉപയോഗിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ.